പാലക്കാട് ജില്ലയിലെ അങ്ങനെ അധികം ആരും പറഞ്ഞു കേട്ടിട്ടില്ലാത്ത ചൂളന്നൂർ പീഫോൾ സാങ്ച്വറി. ഇതാണ് സാങ്ച്വറിയുടെ ഫ്രണ്ട് ഓഫീസ്. 40 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. ക്യാമറയ്ക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ പൈസ കൊടുക്കണം. 25 രൂപ കൊണ്ടാണ് ടിക്കറ്റ് റേറ്റ്. തൊട്ടു മുന്നിലായിട്ട് ശലഭോദ്യാനം കാണാം. ഒരു ശലഭം പോലും ഇല്ലാത്ത ഉദ്യാനം എങ്ങനെയൊക്കെയാണെങ്കിലും തിരുവല്ലാമലയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴി അതൊരു രക്ഷയില്ലാത്ത വൈബാണ്. പ്രത്യേകിച്ച് പാലക്കാടൻ ചൂടൊക്കെ കൊണ്ട് ബൈക്ക് ഓടിച്ച് ഇവിടെ ഈ വഴിക്ക് വന്ന് കയറുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, എൻ്റെ പൊന്നോ. നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് നമ്മുടെ പേരും അഡ്രസ്സും അവിടെ നോട്ട് ചെയ്യുന്നല്ലാതെ നമ്മുടെ കൂടെ ആരും വരണ പരിപാടിയൊന്നുമില്ല. നമ്മുടെ കൂടെ ആരും വരണില്ല എന്ന് മാത്രമല്ല, ഇതിൻ്റെ ഉള്ളിലും ആരുമില്ല. കുറച്ചങ്ങോട്ട് നടന്നപ്പോൾ മരങ്ങളും കിളികളുടെയും കാറ്റിൻ്റെയും സൗണ്ടും ഞാനും മാത്രം. ഒന്നും കൂടി ഉള്ളിലേക്ക് പോയപ്പോൾ ഇനി എങ്ങാനും വഴി തെറ്റുമോ എന്നൊരു ഭയം. ഫോൺ എടുത്ത് നോക്കിയപ്പോൾ റേഞ്ച് ഉണ്ട്. പകുതി ആശ്വാസം അപ്പം കിട്ടി. പാലക്കാട് തൃശ്ശൂർ ജില്ലയുടെ അതിർത്തിയായിട്ടുള്ള തിരുവല്ലാമലയ്ക്ക് അടുത്തായിട്ടാണ് ഈ സാങ്ച്വറി വരുന്നത്. കേരളത്തിലെ ഒരേ ഒരു മയിൽ സംരക്ഷണ കേന്ദ്രം. ഏകദേശം 500 ഹെക്ടറിലധികം വരുന്ന ഈ വനം മയിലുകളുടെ പ്രജനനത്തിനും അവയുടെ സംരക്ഷണത്തിനും വേണ്ടി മാത്രം മാറ്റിവെച്ചിട്ടുള്ളതാണ്. ഇന്ദുചൂടൻ സ്മൃതിവനം എന്നുകൂടി ഈ ഒരു പ്രദേശത്തിന് അറിയപ്പെടും. പ്രശസ്ത പക്ഷി നിരീക്ഷകനായിട്ടുള്ള ഇന്ദുചൂടൻ്റെ സ്മരണാർത്ഥമാണ് അങ്ങനൊരു പേര് കൂടി നൽകിയിട്ടുള്ളത്. മയിലുകൾ മാത്രമല്ല, പക്ഷി നിരീക്ഷണത്തിനൊക്കെ പറ്റിയ അടിപൊളി ഒരു സ്ഥലം കൂടിയാണിത്. പലതരത്തിലുള്ള ഔഷധ സസ്യങ്ങളും കുറ്റിച്ചെടികളൊക്കെ നിറഞ്ഞ ഒരു അടിപൊളി സ്ഥലം. ഏകദേശം 1 കിലോമീറ്ററായി നമ്മൾ കാടിൻ്റെ ഉള്ളിലേക്ക് നടന്നു വരുന്നു. ചുറ്റിലും ഒരാൾ പോലും ഇല്ല. മരങ്ങളും കിളികളുടെ സൗണ്ടും കാറ്റിൻ്റെ സൗണ്ടും മാത്രം. ഒറ്റയ്ക്കൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് പേടിയാവും. ഇനി നടന്ന് നമുക്ക് ക്ഷീണമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇരിക്കാനുള്ള ഇരിപ്പിടമൊക്കെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും നല്ല സ്ഥലത്ത് വരെ ഈ പ്ലാസ്റ്റിക് ഒക്കെ ഇടുന്ന ആൾക്കാരുടെ അടുത്ത് പ്രത്യേകിച്ച് എന്ത് പറയാൻ. ഇവിടെ വന്നിട്ട് ഇപ്പം എന്താ കണ്ടെന്ന് ചോദിച്ചാൽ, ഒരു തിക്കും തിരക്കും ഇല്ലാതെ കിളികളുടെയും കാറ്റിൻ്റെയും സൗണ്ടൊക്കെ ആസ്വദിച്ച് പ്രകൃതിയെ ആസ്വദിച്ച് ശാന്തിയോടും സമാധാനത്തോടും ഇരിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം.